ഇന്ന് രാത്രി നമ്മുടെ ചിന്തയ്ക്ക് വിഷയമാകുവാൻ ഇന്ന് പാഠം വായിച്ചതിലെ അവസാനത്തെ വാക്യം വിശുദ്ധനായ പത്രോസ്ലീഹ പൊതുവിനെഴുതിയ 2-ാം ലേഖനത്തിലെ അവസാനത്തെ അധ്യായത്തിലെ അവസാനത്തെ വാക്യം 18-ാമത്തെ വാക്യം 3:18 കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവീൻ, അവന് ഇപ്പോഴും എന്നേക്കും മഹത്വം. ആമേൻ. തലകളെ വണക്കാം, കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കരുണാസമ്പൂർണനും സർവശക്തനുമായ ഞങ്ങളുടെ നല്ല കർത്താവേ, ഭാഗ്യകരമായ ഈ നല്ല സന്ധ്യാകാലത്തിനായി നന്ദിയോടെ സ്തോത്രം. ദേശത്തിൻ്റെ പല ഭാഗങ്ങളിൽ, പല ഭവനങ്ങളിൽ, പലവിധ ബദ്ധപ്പാടുകളിൽ, പല വ്യാപാരങ്ങളിലൊക്കെ ആയിരുന്ന ഞങ്ങളെ ഒരുമയോടും ഒരുക്കത്തോടും കൂടെ ഈ ഒരുക്കപ്പെട്ട പന്തലിൻ്റെ കീഴിൽ കൂട്ടിവരുത്തിയ വൻകൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സത്യമായിട്ടും കർത്താവേ, ഞങ്ങളുടെ സ്വന്തം യോഗ്യതയാൽ ഞങ്ങൾ ആരും ഇവിടെ വന്നതല്ല, നിൻ്റെ കൃപയാൽ നീ ഞങ്ങളെ കൊണ്ടുവന്നതാണ്. വിളിച്ചു ചേർത്ത് പാദപീഠത്തിൽ ഇരുത്തിയ പ്രാണപ്രിയ വാഗ്ദത്തം പോലെ ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ടല്ലോ. തൃപ്പാദപീഠത്തിൽ ഇരിക്കുന്ന നിൻ്റെ കുഞ്ഞുങ്ങളോട് മനസ്സലിയണമേ, ഹിതകരമായി സംസാരിക്കണമേ. ഞങ്ങൾ വായിച്ച വേദഭാഗത്ത് മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ മറകൂടാതെ ഞങ്ങളോട് പറയണമേ. ദൈവമേ, ഞങ്ങളുടെ കാതുകളോടല്ല ഞങ്ങളുടെ ഹൃദയങ്ങളോട് വാദിക്കണമേ. ഞങ്ങൾ എന്താണെന്ന്, ഞങ്ങളുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന്, കയ്യിലിരിപ്പ് എന്താണെന്ന് കർത്താവ് അറിഞ്ഞതുപോലെ ലോകത്ത് ആരും അറിഞ്ഞിട്ടില്ലല്ലോ. അമ്മയുടെ ഗർഭപാത്രത്തിൻ്റെ അടിത്തട്ടിൽ ഞങ്ങളെ ഉരുവാക്കിയ നിമിഷം മുതൽ ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്ന ഈ നിമിഷം വരെ ഞങ്ങളെ കാണേണ്ടതുപോലെ കണ്ടവൻ മറ്റൊരുവനില്ലല്ലോ. പാദപീഠത്തിൽ ഇരിക്കുന്ന നിൻ്റെ മക്കളോട് മനസ്സലിവ് തോന്നി ഹൃദ്യമായി, ആഴമായി, ശക്തമായി, തീക്ഷ്ണമായി ഞങ്ങളോട് സംവദിക്കണമേ. കൃപ ഞങ്ങളുടെ മേൽ വ്യാപരിക്കണമേ. നിൻ്റെ ദാസൻ ബലഹീനനെന്നവിടെ നിന്നറിയുന്നുവല്ലോ. യാത്രയുടെ ക്ഷീണമോ ശരീരക്ലേശങ്ങളോ ഈ രാത്രി അനുഗ്രഹത്തിന് തടസ്സമാകാതിരിക്കണമേ. തുറക്കപ്പെട്ട സ്വർഗത്തിന് കീഴിൽ ഞങ്ങളെ ഇരുത്തണമേ. കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങൾ ഇരിക്കുന്നിടം മറന്നു പോകത്തക്കവണ്ണം ആത്മവിവശതയിൽ നിന്നെ ആരാധിപ്പാൻ ഞങ്ങളുടെ മേൽ അഭിഷേകം ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ താഴ്ത്തി പാദപീഠത്തിൽ അർപ്പിക്കുന്നു. പ്രാണപ്രിയ, പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. ഹല്ലേലൂയ. ദൈവമക്കളെ, വായിച്ച് കേട്ടത് കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവീൻ എന്ന ആഹ്വാനമാണ്. വിശുദ്ധനായ പത്രോസ്ലീഹ 2 ലേഖനങ്ങളാണ് എഴുതിയിട്ടുള്ളത്. 1-ാം ലേഖനം എഴുതിയിരിക്കുന്നത് ഏഷ്യ മൈനറിൽ ഉൾപ്പെട്ട പൊന്തോസ്, ഗലാത്തിയ, കപ്പദോക്കിയ, ആസ്യ, ബിഥൂന്യ എന്നിവിടങ്ങളിൽ ചിതറിപ്പാർത്തിരുന്ന ദൈവമക്കൾക്ക് വേണ്ടിയാണ്. അവർക്ക് തുടർച്ചയായും കൂടുതലായുമുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകുവാനാണ് അപ്പസ്തോലനായ പത്രോസ് 2-ാം ലേഖനം എഴുതിയിരിക്കുന്നത്. സത്യവിശ്വാസം എന്തെന്നവരെ പഠിപ്പിച്ച ശേഷം ദുരുപദേഷ്ടാക്കന്മാർ വിശ്വാസികളെ വഴിതെറ്റിച്ച് കളയുന്നു എന്നറിഞ്ഞിട്ട് ഈ ദുരുപദേഷ്ടാക്കന്മാർക്കെതിരെ അവരുടെ പഠിപ്പിക്കലുകളുടെ വൈകൃതങ്ങൾ എന്തെന്ന് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം വിശ്വാസികളെ പ്രബോധിപ്പിച്ച് സത്യത്തിൽ ഉറപ്പിക്കേണ്ടതിന്, യാഥാർത്ഥ്യം എന്തെന്ന് അവരെ വീണ്ടും ബോധ്യപ്പെടുത്തേണ്ടതിന് വേണ്ടിയാണ് അപ്പോസ്തലനായ പത്രോസ് 2-ാമത്തെ ലേഖനം എഴുതുന്നത്. വിശുദ്ധ പത്രോസ്ലീഹായുടെ ജീവിതാവസാന കാലത്ത് നീറോ ചക്രവർത്തിയാൽ കൊല്ലപ്പെടുന്നതിന് മുൻപ് AD 66-ാം ആണ്ടിന് ശേഷം ഈ ലേഖനം എഴുതി എന്ന് വേണം കരുതാനെന്ന് വേദപണ്ഡിതന്മാർ പറയുന്നു. ഈ ലേഖനത്തിൻ്റെ മൊത്തത്തിലുള്ള ചിന്ത എന്താണെന്ന് വച്ചാൽ, ക്രിസ്തുവിലുള്ള പരിജ്ഞാനത്തിലൂടെ വിശ്വാസവും ഭക്തിയും മുറുകെ പിടിച്ചുകൊള്ളുവാൻ ഈ ലേഖനം നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. ഒരിക്കൽ കൂടെ പറയാം, ക്രിസ്തുവിലുള്ള പരിജ്ഞാനത്തിലൂടെ നമ്മുടെ വിശ്വാസവും നമ്മുടെ ഭക്തിയും മുറുകെ പിടിച്ചുകൊള്ളുവാൻ ഈ ലേഖനം നമ്മളെ പ്രബോധിപ്പിക്കുകയാണ്.
കേവലം 3 അധ്യായങ്ങളാണ് രണ്ടാമത്തെ ലേഖനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഒന്നാമത്തെ അധ്യായത്തിൽ അപ്പോസ്തലൻ നമ്മളുമായി പങ്കുവയ്ക്കുന്നത് ക്രിസ്തീയ ജീവിതത്തിലെ വളർച്ചയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. ക്രിസ്തീയ ജീവിതം മുരടിച്ച് കിടക്കുന്നതല്ല, അതിന് വളർച്ചയുള്ളതാണ്. ആ വളർച്ചയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഒന്നാം അധ്യായത്തിൽ അദ്ദേഹം ഊന്നി പറയുന്നത്. വിശ്വാസികൾ സന്മാർഗ ശ്രേഷ്ഠതയുള്ളവരായിരിക്കണം, പരിജ്ഞാനം പ്രാപിച്ചവരായിരിക്കണം, ഇന്ദ്രിയ ജയം പ്രാപിച്ചവരായിരിക്കണം, നിരന്തരമായി വിശ്വാസത്തിനു വേണ്ടി പ്രയത്നിക്കുന്നവരായിരിക്കണം, സാഹോദര്യം സൂക്ഷിക്കുന്നവരായിരിക്കണം, കരുണയുള്ളവരായിരിക്കണം, നിസ്വാർത്ഥമായ സ്നേഹത്തിൻ്റെ ഉടമകളായിരിക്കണം എന്നിങ്ങനെയാണ് ഒന്നാമത്തെ അധ്യായത്തിൽ അപ്പോസ്തലൻ പ്രബോധനങ്ങൾ പറയുന്നത്. സ്നേഹത്തിൽ ഊന്നി നിന്നുകൊണ്ടാണല്ലോ അഭിവന്ദ്യ തിരുമേനി നമുക്ക് അധ്യക്ഷ പ്രസംഗം നൽകിയത്. സ്നേഹത്തേക്കാൾ ശ്രേഷ്ഠമായതും സ്നേഹത്തേക്കാൾ ശക്തമായതും സ്നേഹത്തേക്കാൾ തീവ്രമായതുമായ മറ്റൊരു വികാരം ലോകത്തില്ല പ്രിയപ്പെട്ടവരെ. പക്ഷേ സ്നേഹത്തിൻ്റെ പിന്നിൽ ഒളിപ്പിച്ച് വച്ചിരിക്കുന്ന നിഗൂഢതകളാണ് നമ്മുടെയൊക്കെ സ്നേഹങ്ങളെ വൈകൃതമുള്ള സ്നേഹങ്ങളാക്കി മാറ്റുന്നത്. അവകാശബോധത്താൽ ഭരിക്കപ്പെടുന്ന ഒരു മനുഷ്യന് ആരെയും സ്നേഹിക്കാൻ കഴിയില്ല. ഉത്തരവാദിത്വബോധത്താൽ ഭരിക്കപ്പെടുന്ന ഒരു മനുഷ്യന് ആരെയും സ്നേഹിക്കാൻ കഴിയും. ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ കലഹമുണ്ടാകാനുള്ള പ്രധാന കാരണം അവരെ ഭരിക്കുന്ന അടിസ്ഥാന വികാരം ഉത്തരവാദിത്വബോധമല്ല, അവകാശബോധമാണ് എന്നുള്ളതാണ്. അവകാശബോധമുള്ളവർ കിട്ടാതെ പോയതിനെക്കുറിച്ച് നിരന്തരം പരാതിപ്പെടുകയും ക്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. ഉത്തരവാദിത്വബോധമുള്ളവർ ഒന്നിനെക്കുറിച്ചും ആരോടും പരാതിപ്പെടില്ല, ഒന്നും ഒരിക്കലും ക്ലെയിം ചെയ്യില്ല. ചെയ്തത് തൃപ്തിയാകാതെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു വികാരം ഉള്ളിൽ ഉരുത്തിരിയണമെങ്കിൽ അവരിൽ ആത്മാർത്ഥമായ സ്നേഹമുണ്ടായിരിക്കും. ഈ അപ്പോസ്തലൻ ഒന്നാം അധ്യായത്തിൽ പറഞ്ഞ മുഴുവൻ പ്രബോധനങ്ങളും നമുക്ക് വേണ്ടി പറയപ്പെട്ടിട്ടുള്ളവയാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇന്ന് രാത്രി പോകാൻ തരമില്ല. കാരണം സമയത്തിൻ്റെ പരിമിതി ഒന്നാമത്, വായിച്ച വിഷയം മറ്റൊന്നായത് രണ്ടാമത്. രണ്ടാം അധ്യായത്തിൽ അദ്ദേഹം സംസാരിക്കുന്നത് വിശ്വാസികളെ വഴിതെറ്റിക്കുവാൻ വേണ്ടി സഭയിൽ എഴുന്നേറ്റ കള്ളപ്രവാചകന്മാർക്കും ദുരുപദേഷ്ടാക്കന്മാർക്കും എതിരെ വളരെ ശക്തമായ മുന്നറിയിപ്പ് നൽകുകയാണ് അപ്പോസ്തലൻ ഈ രണ്ടാം അധ്യായത്തിൽ ചെയ്യുന്നത്. അവരെ അപ്പോസ്തലൻ വിളിക്കുന്ന ചില പേരുകൾ ശ്രദ്ധിക്കുക. അത്യാഗ്രഹികൾ, അഹങ്കാരികൾ, തന്നിഷ്ഠക്കാർ, അധികാരദ്വേഷികൾ എന്നിങ്ങനെയാണ് ദുരുപദേഷ്ടാക്കളെ അപ്പോസ്തലൻ രണ്ടാം അധ്യായത്തിൽ സംബോധന ചെയ്തിരിക്കുന്നത്. ഇത്തരക്കാർക്ക് ഇന്നും ഒരു പഞ്ഞവുമില്ലല്ലോ പ്രിയപ്പെട്ടവരെ. സഭയെ തകർക്കുവാനും വിശ്വാസികളെ വഴിതെറ്റിക്കുവാനുമായി അവരുടെ പ്രവൃത്തികൾ ഇന്നും നിർബാധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ നാശകരങ്ങളായ ഉപദേശങ്ങളിൽ നിന്ന് തെറ്റിയൊഴിയുവാനാണ് രണ്ടാം അധ്യായത്തിൽ അപ്പോസ്തലൻ നമ്മളോട് പ്രബോധിപ്പിക്കുന്നത്. എന്നാൽ ഈ രണ്ടാം ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൽ യേശുമശിഹായുടെ പുനരാഗമനത്തെക്കുറിച്ച് വളരെ വ്യക്തതയോടെ അപ്പോസ്തലൻ സംസാരിക്കുന്നു. അതാണ് ഇന്ന് പാഠഭാഗം വായിച്ച് കേട്ടത്. ദുരുപദേഷ്ടാക്കന്മാർക്ക് യേശുക്രിസ്തു വീണ്ടും വരുമോ എന്ന് സംശയമുണ്ടായിരുന്നു. അവരങ്ങനെ സംഭവിക്കില്ല എന്ന് അനേകരെ പഠിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ അപ്പോസ്തലൻ ഇങ്ങനെയുള്ള ഉപദേശങ്ങളെ ശാസിക്കുകയും ഖണ്ഡിക്കുകയും ചെയ്യുകയാണ് 3-ാമത്തെ അധ്യായത്തിൽ. അദ്ദേഹം പറയുന്നുണ്ട്, നോഹയുടെ കാലത്ത് ജലപ്രളയമുണ്ടാകുമെന്ന് നോഹ പ്രസംഗിച്ചപ്പോൾ, പ്രബോധിപ്പിച്ചപ്പോൾ കേട്ടുനിന്ന ജനം അത് സംശയത്തോടെയാണ് കേട്ടത്. കാരണം അന്നുവരെ ലോകത്ത് മഴ പെയ്തിട്ടില്ല. ഭൂമിയിൽ നിന്നും മഞ്ഞു പൊങ്ങിയും ഏദനിലെ 4 നദികളിൽ നിന്നൊഴുകുന്ന വെള്ളത്തിൽ നിന്നുമൊക്കെയാണ് ഭൂമി നനഞ്ഞിരുന്നത്. മഴ എന്താണെന്ന് പോലും അന്ന് ഭൂലോകത്ത് പാർത്തിരുന്ന മനുഷ്യർക്ക് അറിയാമായിരുന്നില്ല. അപ്പോഴാണ് മഴ പെയ്യുമെന്നും പ്രളയമുണ്ടാകുമെന്നുമൊക്കെ നോഹ പ്രസംഗിച്ചത്.
ഇത് കേട്ട ജനം സംശയാലുക്കളായിരുന്നു. അവർ വിശ്വസിച്ചില്ല, സംശയിച്ചു. ഒടുവിൽ സർവനാശം വന്നു ഭവിച്ചു. അതുപോലെയാകും മനുഷ്യപുത്രൻ്റെ വരവിനെക്കുറിച്ച് സംശയിക്കുന്നവരുടെ അവസാന നാളിലെ അനുഭവമെന്ന് അപ്പോസ്തലൻ ഇവിടെ അടിവരയിട്ട് വ്യക്തമായി പറഞ്ഞു വച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അന്ന് പെട്ടകത്തിനകത്ത് കയറിയവർ രക്ഷ പ്രാപിച്ചതുപോലെ ഇന്ന് കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരുമെന്ന ഉറപ്പോടെ വിശ്വാസത്തോടെ തങ്ങളെ തന്നെ ഒരുക്കി കർത്താവിൻ്റെ മണവാട്ടി എന്ന നിലയിൽ പാതിവൃത്യം കൈവിടാതെ കളങ്കപ്പെടാതെ നിർമ്മലരാക്കി തങ്ങളെ തന്നെ ദൈവത്തിന് തിരുമുൽക്കാഴ്ച വയ്ക്കാൻ ഒരുക്കി കാത്തിരിക്കുന്ന സകലരും അവൻ്റെ മഹത്വ പ്രത്യക്ഷതയുടെ മഹാനാളിൽ അവനാകുന്ന മഹാപെട്ടകത്തിൽ മറഞ്ഞ് പിതാവാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ആനന്ദം കൊള്ളുമെന്ന് അപ്പോസ്തലൻ 3-ാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നു. ഇത് മൊത്തത്തിൽ ഈ പുസ്തകത്തിൻ്റെ ചിന്തകളെക്കുറിച്ച് ആമുഖമായി പറഞ്ഞ കാര്യങ്ങളാണ്. 2 കാര്യങ്ങളാണ് പ്രധാനമായും ഈ ലേഖനത്തിൽ ഊന്നിപ്പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി വീണുപോകാതിരിപ്പാൻ ദൈവമക്കൾ സൂക്ഷിച്ചു കൊള്ളണം. അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി വീണുപോകാതിരിക്കാൻ ദൈവമക്കൾ സൂക്ഷിച്ചു കൊള്ളണം. രണ്ടാമത്തെ ചിന്ത, നമ്മുടെ കർത്താവുമായ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ കൃപയിലും പരിജ്ഞാനത്തിലും വളരണം എല്ലാവരും. ഇതാണ് രണ്ടാമത്തെ ചിന്ത. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മുടെ ചിന്താവിഷയത്തെ നമുക്ക് പഠിക്കുവാൻ. കർത്താവിൻ്റെ കൃപയിലും പരിജ്ഞാനത്തിലും വളരുവാൻ നമ്മെ ഉപദേശിക്കുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്, ആഹ്വാനം ചെയ്യുകയാണ്. ദുരുപദേഷ്ടാക്കന്മാരുടെ ചതിക്കുഴിയിൽ വീണുപോകാതെ സ്വയം സൂക്ഷിക്കുന്നവരായി കർത്താവിൻ്റെ കൃപയിലും പരിജ്ഞാനത്തിലും വളരുവാൻ ഈ പുസ്തകത്തിൽ ആകെ അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ആദ്യം പറഞ്ഞല്ലോ, അന്നത്തേതിനേക്കാൾ അധികം ദുരുപദേഷ്ടാക്കളും ദുരുപദേശങ്ങളും പെരുകിയിട്ടുള്ള ഒരു കാലത്താണ് ഞാനും നിങ്ങളും ഇവിടെ ജീവിക്കുന്നത്. ഈ ദുരുപദേഷ്ടാക്കന്മാരുടെ പഠിപ്പിക്കലുകളിലെ അപകടം എന്താണ്? ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പാരമ്പര്യമുള്ള ക്രിസ്ത്യാനികളാണ്, മർത്തോമാ സുറിയാനി സഭയുടെ മക്കളാണ്. അല്ലാത്തവരും ഒരുപക്ഷെ ഇത് കേൾക്കുന്നുണ്ടാകാം. എന്നാൽ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേരുടെ ഉള്ളിൽ ചിന്തിക്കുന്നതും അവസരം കിട്ടുമ്പോൾ അവർ ചർച്ച ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതുമായ ചില വിഷയങ്ങൾ ഈ ദുരുപദേശങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ട് എന്ന് വരുമ്പോൾ ഇവിടെ ഇരിക്കുന്ന പലരുടെയും മസ്തിഷ്കം ഇന്ന് നിയന്ത്രിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ദുരുപദേശങ്ങളാൽ ആണ് എന്ന് ഒരു പക്ഷേ ഇത് ചർച്ച ചെയ്യുമ്പോൾ ബോധ്യപ്പെടും. ചിലർ പഠിപ്പിക്കുന്നതും ചിലർ ചിന്തിക്കുന്നതും ഇങ്ങനെയാണ്: സ്വർഗവും നരകവും വെറും സങ്കല്പം മാത്രമാണ്, അങ്ങനെ ഒരു സംഗതിയില്ല. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ഉറപ്പുണ്ട് സ്വർഗമുണ്ടെന്നും നരകമുണ്ടെന്നും? ചില ആളുകളൊക്കെ സംസാരിക്കുന്നത് അച്ഛൻ കേട്ടിട്ടുണ്ട്. പാരമ്പര്യമുള്ള സഭയുടെ മക്കൾ അവർ പറയുന്നത്, അച്ചോ ഈ സ്വർഗവും നരകവും ഒന്നും ഉണ്ടെന്ന് യാതൊരു നിശ്ചയവുമില്ല, ഈ ഭൗമലോകത്തിനപ്പുറത്തൊരു ലോകമുണ്ടെന്നുള്ളതിന് എന്താണ് തെളിവ്? മരിച്ചവരൊക്കെ ജീവിക്കുന്നു എന്ന് നിങ്ങൾ അവകാശപ്പെടുന്നു, എവിടെയെന്ന് എന്താണ് തെളിവ്? അങ്ങനെ ഉണ്ടെന്നുള്ളതിന് അടയാളം വല്ലതും നിങ്ങൾക്ക് കാണിപ്പാനുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു ചിന്ത ഇവിടെ ഇരിക്കുന്ന പലരുടെയും ഉള്ളിൽ ആഴത്തിൽ വേരോടിയിട്ടുണ്ട്. സ്വർഗവുമില്ല നരകവുമില്ല, അതൊക്കെ വെറും സങ്കല്പം മാത്രമാണെന്ന്. അങ്ങനെ ചിന്തിക്കുന്ന ഒരുപിടി ആളുകൾ ഈ ശബ്ദപരിധിക്കുള്ളിൽ ഇവിടെയും ദൂരെയുമായി ഇരിക്കുന്നുണ്ടെന്ന് ഉള്ളം വായിച്ചറിഞ്ഞ ദൈവത്തിൻ്റെ ആത്മാവാണ് ഈ രാത്രി ഇങ്ങനെ സംവദിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളണം. മനനമണ്ഡലത്തിലെ മനനങ്ങളെ വായിച്ചെടുപ്പാൻ കഴിയുന്ന അഗ്നിജ്വാലയെ വെല്ലുന്ന കണ്ണുള്ള തമ്പുരാൻ്റെ മുമ്പിലാണ് ഞാനും നിങ്ങളും ഇരിക്കുന്നതെങ്കിൽ അവൻ നമ്മുടെ ധ്യാനങ്ങൾ അറിയുന്നു. പ്രിയപ്പെട്ടവരെ, 139-ാമത്തെ സങ്കീർത്തനത്തിൽ സങ്കീർത്തകൻ പാടുന്നത് ഇങ്ങനെയാണ്: കർത്താവേ, നീ എന്നെ
ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എൻ്റെ നടപ്പും എൻ്റെ കിടപ്പും നീ ശോധന ചെയ്യുന്നു. കർത്താവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കുപോലും എൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്നില്ല. എൻ്റെ ഹൃദയ നിരൂപണങ്ങൾ നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. കർത്താവേ, നീ മുമ്പും പിൻപും എന്നെ അടച്ച് നിൻ്റെ കൈ എൻ്റെ മേൽ വച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു എന്ന് സങ്കീർത്തകൻ പാടിപ്പറഞ്ഞതിൻ്റെ പൊരുൾ അറിഞ്ഞവരാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിൽ മനനമണ്ഡലത്തിൻ്റെ അന്തരാളങ്ങളിൽ ഞാനും നിങ്ങളും ചിന്തിക്കുന്ന ഓരോ ചിന്തകളും അതത് നിമിഷം അറിയുന്ന തമ്പുരാൻ്റെ മുമ്പിലാണ് ഇരിക്കുന്നത്. മനനങ്ങളെ വായിച്ചെടുക്കുന്നവനാണ് സംസാരിക്കുന്നത്. സ്വർഗവും നരകവും ഇല്ലെന്ന് ചിന്തിക്കുന്ന ഒരു പിടി ആളുകൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു. അത് നിശ്ചയം. പ്രിയപ്പെട്ട ദൈവമക്കളെ, വീണ്ടും കുറേ ആളുകൾ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു സ്വർഗവും നരകവും വെറും സങ്കല്പം മാത്രമാണ്, അങ്ങനൊരു സംഗതിയില്ല. പിന്നെയോ ഈ ഒരു ലോകം മാത്രമേ ഉള്ളൂ. മരണത്തിലൂടെ സകലതും അവസാനിക്കും. ഇതിനപ്പുറത്തിനി ഒരു ജീവിതമില്ല. ഉണ്ടെന്നുള്ളത് വെറും സങ്കല്പം മാത്രമാണ്. ഇനി അഥവാ സ്വർഗവും നരകവും ഉണ്ടെന്ന് തന്നെ വച്ചാൽ അത് ഇവിടെ തന്നെയാണുള്ളത്. സന്തോഷവും സുഖവും ആനന്ദവും സൗഖ്യവും അനുഭവിക്കുന്നവർ സ്വർഗത്തിൽ ജീവിക്കുന്നു. ദുഃഖവും കണ്ണുനീരും വേദനയും നെടുവീർപ്പും രോഗപീഠകളും പേറുന്നവർ നരകത്തിൽ ജീവിക്കുന്നുവെന്ന ഒരു ചിന്തയും ഒരു വ്യാഖ്യാനവും പലരുടെയും മനസ്സിലുണ്ട്. കഷ്ടതയുടെ ആധിക്യങ്ങൾ സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ പലരും ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നതിൻ്റെ കാരണം എന്താണ്? അവർ നരകത്തിലാണ് ജീവിക്കുന്നതെന്ന് അവരുടെ അബദ്ധചിന്തയിൽ നിന്നാണ്. ഭൗമലോകത്തിനപ്പുറത്ത് വാഗ്ദത്തം ചെയ്തവനും വാക്കുമാറാത്തവനുമായ മശിഹ ഒരുക്കി വെച്ച മനോഹരമായ സ്വർഗമണവറയിൽ എനിക്കൊരു വാസമുണ്ടെന്ന് വിശ്വാസത്താൽ ഉള്ളത്തിൽ അറിഞ്ഞ ഒരു ഭക്തനോ ഒരു ഭക്തയോ ജീവിത ക്ലേശങ്ങളുടെ മധ്യത്തിൽ ഒരിക്കലും ജീവിതം അവസാനിപ്പിക്കാൻ ചിന്തിക്കില്ല. അതിനുവേണ്ടി മുതിരില്ല. നിശ്ചയം. ഈ ഭൗമലോകത്തിനപ്പുറത്തൊരു കാഴ്ച കിട്ടിയവർക്ക് ഭൗമലോക ജീവിതത്തിൻ്റെ കഷ്ടങ്ങളും ക്ലേശങ്ങളും സാരമല്ല, ഭാരമല്ല. അത് കണ്ണുനീരിൻ്റെ വിഷയവുമല്ല. ദൈവമക്കളെ, ചിന്തിക്കുന്നത് എന്താണ്? ഇവിടെ സന്തോഷിക്കുന്നവർ സ്വർഗത്തിലും ദുഃഖിക്കുന്നവർ നരകത്തിലുമാണെന്ന് പറയുന്നവർ ദുരുപദേശത്തിൻ്റെ പിടിയിൽ അമർന്നുപോയവരാണ്. ഇങ്ങനെ ഒരു ചിന്തയിൽ പെട്ടുപോയവരാണ് പറയുന്നത്, ഈ ലോക ജീവിതം കഴിയുന്നത്ര ആസ്വദിക്കുക, ഈ ജീവിതം ആസ്വദിക്കുക. അതിനുവേണ്ടി മദ്യമോ മയക്കുമരുന്നോ ലൈംഗിക സുഖങ്ങളോ ആഡംബര ജീവിതമോ എന്ന് വേണ്ട, എന്തും ഏതും ആവോളം നുകരുക, ആസ്വദിക്കുക. കർത്താവ് പറഞ്ഞല്ലോ, വിളഭൂമി പതിവിലേറെ വിളഞ്ഞപ്പോൾ കൂട്ടിവെക്കാൻ പാണ്ഡികശാലയിൽ ഇടമില്ലാതെ വന്നപ്പോൾ തനിക്ക് ആവശ്യമുള്ളത് സൂക്ഷിച്ചു വെച്ചിട്ട് മിച്ചം വന്നത് ദാനം ചെയ്യാൻ മനസ്സില്ലാത്ത മൂഢനായ ധനവാൻ കളപ്പുര പൊളിച്ച് 4 മടങ്ങ് വലുതൊന്ന് പണിതിട്ട് അതിനകത്ത് ഈ ധാന്യമെല്ലാം കൂട്ടിവെച്ചിട്ട് അവൻ ഇരുന്ന് പറഞ്ഞ വാക്ക് 4 ആണ്ടത്തേക്കുള്ള സമ്പാദ്യമായല്ലോ. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. എന്നാൽ കർത്താവ് പറഞ്ഞു ബാക്കി, ആ രാത്രി ദൈവം അവനെ വിളിക്കും, മൂഢാ, ഈ രാത്രി നിന്റെ പ്രാണനെ ഞാൻ നിന്നോട് ചോദിക്കും. പിന്നെ നീ കൂട്ടിവെച്ചത് ആരനുഭവിക്കും? പ്രിയപ്പെട്ടവരെ, ഈ ലോക സുഖങ്ങളിൽ, ആഡംബരങ്ങളിൽ, മദ്യപാന സുഖങ്ങളിൽ, വ്യഭിചാര സുഖങ്ങളിൽ, ഈ ലോക ഇമ്പങ്ങളിൽ മുഴുകി കാലം പോക്കുന്ന ഒരാളും മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്നോ ഒരു സ്വർഗമുണ്ടെന്നോ ഒരു നരകമുണ്ടെന്നോ വിശ്വസിക്കാത്തവരാണ്. ദുരുപദേശത്തിൻ്റെ പിടിയിലമർന്നവരാണ്. തെറ്റായ കാഴ്ചപ്പാടുള്ളവരാണ്. പേര് ക്രിസ്ത്യാനിയുടേതാണ്, പാരമ്പര്യത്തിന് കുറവൊന്നുമില്ല, കുടുംബമഹിമ ചെറുതൊന്നുമല്ല. കുടുംബത്തിൻ്റെ ചരിത്രം എഴുതിയ പുസ്തകം 4 ആളെ കൂട്ടി ചുമക്കാൻ മാത്രം വലിയ പുസ്തകമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രതാപത്തിനും ഉഴുപ്പിനും വലിപ്പത്തിനും ഒരു കുറവുമില്ല. എന്നാൽ ഒരു കാര്യം ചോദിക്കട്ടെ, വരാനിരിക്കുന്ന നിത്യജീവിതത്തിന് വേണ്ടി നോക്കിപ്പാർക്കുന്നു ഞാനെന്ന് ഓരോ സത്യവിശ്വാസ പ്രമാണത്തിൻ്റെയും അവസാനത്തിൽ ദൈവസന്നിധിയിൽ പ്രഖ്യാപിച്ചിട്ട് എന്ത് നോക്കിപ്പാർക്കുന്ന അനുഭവമാണുള്ളത്? ഈ ലോകത്തിന് അനുരൂപരായി ഇതിൻ്റെ സുഖങ്ങളിൽ മുങ്ങി മുഴുകി നാം ജീവിക്കുന്നുവെങ്കിൽ നമ്മുടെ മനസ്സ് എവിടെയാണ് നാം ഉറപ്പിച്ചു വച്ചിരിക്കുന്നത്? ഈ ലോകത്തിൽ തന്നെ എന്നതിന് തർക്കമുണ്ടെങ്കിൽ അത് ഉന്നയിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളങ്ങൾ അറിയുന്നവനാണ് സംസാരിക്കുന്നത്.
ചിലർ പറയും കർത്താവ് വീണ്ടും വരും വീണ്ടും വരുമെന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? 2000-ലധികം വർഷമായി ഇത് തന്നെയാണ് സകല കൺവെൻഷൻ പന്തലുകളിലും സകല ദൈവാലയങ്ങളിലും മുഴങ്ങിക്കേൾക്കുന്ന ശബ്ദം. പക്ഷെ ഇതുവരെ വന്നില്ല. അതുകൊണ്ട് ഇനി വരാനും പോകുന്നില്ല. പാപം ജനത്തെ വരച്ച വരയിൽ നിർത്താൻ, പേടിപ്പിച്ച് വരുതിയിൽ നിർത്താൻ, എന്നിട്ട് അവരിൽ നിന്ന് ആദായമെടുക്കാൻ, അവരെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ കുറെ പേർ വരച്ചെടുത്ത കപട ചിത്രമാണ് യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനമെന്ന് പരസ്യമായി പറയാൻ മടിയില്ലാത്ത മനുഷ്യർ ഈ ലോകത്തുണ്ട്. ഒരു പക്ഷേ ഇവിടെയും കാണാം. പക്ഷെ ഇവിടെ വന്നിരിക്കുന്നു. എന്തിനെന്ന് വെച്ചാൽ ഇവിടെ ചില സ്ഥാനങ്ങളോ ചില മാനങ്ങളോ ചില മഹത്വങ്ങളോ ചില കസേരകളോ കിട്ടിയതുകൊണ്ടോ കിട്ടുമെന്ന് തോന്നുന്നത് കൊണ്ടോ കിട്ടിയാലായി എന്നുള്ളത് കൊണ്ടോ വന്നിരിക്കുന്നതാകാം. ലോകരുടെ മുമ്പിൽ വേഷം കെട്ടിയാടാൻ അവസരം കിട്ടിയാൽ വേണ്ടെന്ന് വെക്കുന്നവരാരാണുള്ളത്? ഒരു പക്ഷേ ലോകത്ത് അങ്ങനെ ഏറ്റവും കൂടുതൽ ഔന്നത്യം നേടാൻ അവസരമുള്ള ഒരാളായിരുന്നു തമ്പുരാനെ പെറ്റ അമ്മ. ലോകത്ത് എവിടെ നിന്നും ലോകൈക രക്ഷകന്റെ അമ്മയാണ് ഞാനെന്ന് പറയാൻ കരുത്തുള്ളവൾ. പക്ഷേ അനുഭവങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഒരിടത്തും വെളിപ്പെടാതെ കാണാമറയത്ത് ഒളിച്ചു നിന്ന് മറിയത്തിൻ്റെ ജീവിതം വായിച്ചെടുക്കുമ്പോൾ അതാണ് എൻ്റെ മാതൃകയെന്ന് പറയാൻ എത്ര ക്രിസ്ത്യാനികൾക്ക് കഴിയും? ഹല്ലേലൂയ. ദൈവമക്കൾ ജീവിതത്തെ നല്ലവണ്ണം ശോധന ചെയ്തുകൊണ്ടിരിക്കട്ടെ. മറ്റു ചില ആളുകൾ വിശ്വാസികളെന്ന് പേരുള്ളവർ മെനക്കെട്ട് നടന്ന് അവരെ വിശ്വാസപരമായ ഉപദേശങ്ങളിൽ വഴിതെറ്റിച്ചു കൊണ്ടിരിക്കുകയാണ്. വിശ്വാസികൾ തന്നെയാണ് വഴിതെറ്റിച്ചു കൊണ്ടിരിക്കുന്നത്. അവരെക്കുറിച്ചൊന്നും ഇനി പറഞ്ഞു പോകാൻ നേരമില്ല, സമയം കടന്നു പോകുന്നു. കൊലോസി ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ തിരുവചനം ഇങ്ങനെ വായിക്കും: തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിക്കുവീൻ. ആമേൻ. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിക്കുവീൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിനൊത്തവണ്ണം, ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾക്കൊത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിനൊത്തവണ്ണം ഉള്ളതല്ല. അതുകൊണ്ട് ഈ വക ചിന്തകൾ പഠിപ്പിക്കുന്നവരെയും ഈ വക പ്രബോധനങ്ങൾ കൊണ്ടു നടക്കുന്നവരെയും അവസരം കിട്ടുമ്പോഴെല്ലാം ഇങ്ങനെയുള്ള ദുരുപദേശങ്ങളെ നിരന്തരമായി പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നവരെയും വിട്ടൊഴിഞ്ഞുകൊള്ളുക. അതിനി ആര് തന്നെ ആയാലും ശരി, അവരുമായിട്ടുള്ള ചങ്ങാത്തം വിടുക, അവരുമായിട്ട് ഈ വക സംവാദങ്ങൾ അവസാനിപ്പിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കരുതലുള്ളവരായിരിക്കണം. ചിലരൊക്കെ ഈ കാലഘട്ടത്തിൽ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, ഈ കൂദാശകളുടെ അനുഷ്ഠാനമൊന്നും ആവശ്യമില്ല, അതൊക്കെ വെറുതെയാണ്, അതുകൊണ്ടൊന്നും കിട്ടാനില്ല. ഇനി വേറെ ചിലർ പഠിപ്പിക്കുന്നുണ്ട്, വേദപുസ്തകം മുഴുവനും കെട്ടുകഥകളാണ്, അതിൽ വിശ്വസിക്കാൻ കഴിയുന്നത് ഒന്നുമില്ല, അത് പാലിച്ച് ജീവിക്കാൻ മനസ്സില്ലാത്തവരുടെ ചിന്തയും പഠിപ്പിക്കലുമാണിത്. ഒരിക്കൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ നാടുകൾ സന്ദർശിക്കാൻ പോയപ്പോൾ ഒരു സംഘം ആളുകൾ അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പാർക്കുന്ന മനുഷ്യരാണ്. പ്രിയപ്പെട്ടവരെ, ഒരു വിദേശ രാജ്യത്ത് നിന്നൊരു കുടുംബം, മലയാളി കുടുംബമാണ്, ഞങ്ങളുടെ യാത്രാ സംഘത്തിലുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ 12 വയസ്സും 10 വയസ്സും പ്രായമുള്ള 2 പെൺകുഞ്ഞുങ്ങളുണ്ടായിരുന്നു. യേശുക്രിസ്തു ജനിച്ച സ്ഥലം, യേശുക്രിസ്തു മരിച്ച സ്ഥലം, യേശുക്രിസ്തുവിനെ കബറടക്കിയ സ്ഥലം, യേശുക്രിസ്തു പ്രാർത്ഥിച്ച സ്ഥലം, ഇതൊക്കെ കൊണ്ടുപോയി ഈ കുഞ്ഞുങ്ങളെ കാണിച്ചപ്പോൾ ഈ കുഞ്ഞുങ്ങൾ അവരുടെ അമ്മയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്: അമ്മേ, ഈ സൺഡേ സ്കൂളിൽ പഠിച്ച കഥകളൊക്കെ സത്യമാണോ എന്ന്. കുഞ്ഞുങ്ങൾ അതുവരെ ധരിച്ചു വച്ചിരുന്നത് കഥകളാണിത് എന്നാണ്. ഇതൊക്കെ സത്യമാണെന്ന് ഈ കുഞ്ഞുങ്ങൾ തൊട്ടറിഞ്ഞത് ആ സ്ഥലത്ത് ചെന്ന് അത് കണ്ട് അനുഭവിച്ചപ്പോഴാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ നമ്മുടെ ആളുകളുടെ മനസ്സിൽ വേദപുസ്തകം ഒരു കഥയാണെന്ന ചിന്തയാണുള്ളതെങ്കിൽ അവിടെ ഒരു വലിയ അപകടമുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്നാണ് നമ്മുടെ കർത്താവിൻ്റെ കൃപയിലും പരിജ്ഞാനത്തിലും വളരുവാൻ അപ്പോസ്തലനായ പത്രോസ് എന്നെയും നിങ്ങളെയും പ്രബോധിപ്പിക്കുന്നത്, ഓർമ്മിപ്പിക്കുന്നത്.
ചിന്താ വിഷയത്തിലേക്ക് വീണ്ടും നമുക്ക് നമ്മുടെ മനസ്സുകളെ ഏകാഗ്രതപ്പെടുത്താം. ഈ വിഷയം വിശകലനം ചെയ്ത് പഠിക്കുമ്പോൾ 2 കാര്യങ്ങളാണ് ഈ വാക്യത്തിൽ അപ്പോസ്തലൻ നമ്മളോട് പറയുന്നത്. ഒന്നാമത്, നിങ്ങൾ കർത്താവിൻ്റെ കൃപയിൽ വളരണം. നിങ്ങൾ കർത്താവിൻ്റെ കൃപയിൽ ജീവിക്കണമെന്നല്ല പറഞ്ഞത്, നിങ്ങൾ കർത്താവിൻ്റെ കൃപയിൽ വളരണം. എന്താണ് കൃപ എന്ന് ചോദിച്ചാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഉത്തരം പറയുമെന്നാണ് അച്ഛൻ വിചാരിക്കുന്നത്. കൃപയെക്കുറിച്ച് പല വ്യാഖ്യാനങ്ങൾ പലരും നൽകിയിട്ടുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, കൃപയ്ക്കൊരു നിർവചനം കൊടുത്താൽ അത് ഇങ്ങനെയായിരിക്കുമെന്നൊരു ആത്മീക ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്. സ്നേഹിക്കപ്പെടുവാൻ 1% പോലും അർഹതയില്ലാത്ത സ്ഥാനത്ത് ചൊരിയപ്പെടുന്ന സ്നേഹത്തിൻ്റെ പേരാണ് കൃപ. അഭിമന്യ തിരുമേനി അച്ഛൻ എന്ത് പ്രസംഗിക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞുകൊണ്ടല്ല ഇന്നിവിടെ ആമുഖ പ്രസംഗത്തിന് എഴുന്നേറ്റ് നിന്നത്. തിരുമേനി എന്ത് പ്രസംഗിക്കാൻ പോകുന്നുവെന്ന് അറിഞ്ഞുകൊണ്ടല്ല ബലഹീനനായി ഞാൻ കോതമംഗലത്ത് നിന്ന് പുറപ്പെട്ടത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ മീറ്റിങ്ങിൻ്റെ സംഘാടകരിൽ ഒരാൾ ഇന്ന് രാവിലെ എന്നെ വിളിച്ച് പറഞ്ഞു, അച്ഛാ, വൈകിട്ട് വായിക്കേണ്ട പാഠഭാഗം ഏതാണെന്ന് പ്രസംഗിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടൊന്ന് പറയണം. വാട്സാപ്പിലേക്ക് ഇട്ടേക്കാമെന്നായിരുന്നു എൻ്റെ മറുപടി. അരമണിക്കൂറിനകം ആ വിഷയം ഈ പാഠഭാഗം കൊടുക്കുമ്പോൾ ഇന്ന് ഇത് സംബന്ധിച്ച് പ്രസംഗിക്കണമെന്ന് ദൈവാത്മാവ് എനിക്ക് കൽപ്പന തന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തെക്കുറിച്ചാണ് തിരുമേനി പ്രസംഗിച്ചത്. ഈ ഭയപ്പെടുകയല്ല, സ്നേഹിക്കുകയാണ് വേണ്ടത് ദൈവത്തെ. എന്നാൽ ഞാനിങ്ങനെ ചിന്തിച്ചു പോകുകയാണ്, തിരുമേനിയെ തിരുത്തുവാനല്ല, ഒരു ചിന്ത അതിൻ്റെ പിന്നിൽ ഞാനിങ്ങനെ ചേർത്ത് വയ്ക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സ്നേഹത്തിനുള്ളിലും അല്പം ഭയമുണ്ട്. എന്താണെന്നല്ലേ? അതെങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവത്തെ ഭയപ്പെടണമെന്ന് പറയുമ്പോൾ ആ ഭയത്തിൻ്റെ പിന്നിലുള്ളത് സ്നേഹമാണെന്ന് വായിച്ചെടുക്കാനാണ് എനിക്കിഷ്ടം. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നെ തന്നേക്കാളധികം സ്നേഹിക്കുന്ന ദൈവം എൻ്റെ നിലപാടുകൾ മുഖാന്തിരം, ഞാൻ കാണുന്ന കാഴ്ചകൾ മുഖാന്തിരം, ഞാൻ പറയുന്ന വാക്കുകൾ മുഖാന്തിരം, എൻ്റെ കൈകളുടെ പ്രവൃത്തി മുഖാന്തിരം, ഞാൻ കൊടുക്കുന്നതും വാങ്ങുന്നതും മുഖാന്തിരം, എൻ്റെ നടപ്പുകൾ മുഖാന്തിരം നൊമ്പരപ്പെടാതിരിപ്പാൻ വേണ്ടി, ആമേൻ, തന്നേക്കാളധികം എന്നെ സ്നേഹിക്കുന്ന ദൈവം എൻ്റെ ജീവിത ശൈലി കൊണ്ട് നൊമ്പരപ്പെടാതിരിപ്പാൻ തക്കവണ്ണം ഞാൻ ദൈവസന്നിധിയിൽ സൂക്ഷ്മതയുള്ളവനായിരിക്കണം. അതുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ ഭയപ്പെട്ടിരിക്കണമെന്ന് എനിക്ക് തോന്നുകയാണ്. എൻ്റെ ദൈവത്തെ മുറിവേൽപ്പിക്കാതിരിക്കാനുള്ള കരുതലിൻ്റെ പേരാണ് ഭയം. ദൈവത്തെ ഉള്ള പേടിയല്ല, എന്നെക്കുറിച്ചുള്ള എൻ്റെ ഭയം. അതാണ് സ്നേഹത്തിനുള്ളിലെ ഭയമെന്ന് പറയുക. പ്രിയപ്പെട്ടവരെ, എന്താണ് കൃപ? 1% പോലും സ്നേഹിക്കപ്പെടാൻ അർഹതയില്ലാത്തവനായിരുന്നല്ലോ ഞാൻ. എന്താണ് എനിക്ക് അർഹത? ഞാൻ ദൈവത്തെ സ്നേഹിച്ചവനല്ല, ദൈവഹിതം എന്തെന്നറിയാൻ ശ്രമിച്ചവനല്ല, ദൈവ വഴി തിരഞ്ഞെടുക്കാൻ ആഗ്രഹിച്ചവനല്ല. ദൈവം എന്നെ വിളിച്ചപ്പോൾ അതിന് മനസ്സില്ലെന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞു പോയവനാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, വിട്ടുകളയാതെ പിന്തുടർന്ന് കാലങ്ങളോളം കാത്തുപരിപാലിച്ച് അപകടങ്ങളിൽ ഞാൻ പെട്ടുപോകാതെയും പട്ടുപോകാതെയും ഇരിപ്പാൻ കരം കൊണ്ടെന്നെ പിടിച്ച് താങ്ങി മാറോട് ചേർത്ത് വെച്ച് മാരകമായൊരു രോഗം വന്നിട്ട് മരിച്ചുപോയി എന്ന് ഡോക്ടർ വിധി എഴുതിയിടത്ത് നിന്ന് മടങ്ങി വന്ന് 3-4-5 ദിവസം അബോധാവസ്ഥയിൽ കഴിച്ചു കൂട്ടിയിട്ട് ബോധാവസ്ഥയിലേക്ക് മടങ്ങി വന്നിട്ട് തല പൊക്കാനോ കണ്ണു തുറക്കാനോ കഴിയാതെ ആഴ്ചകളോളം രോഗശയ്യയിൽ കിടന്നിട്ട് എന്താണ് സംഭവിച്ചതെന്ന് തിരിച്ചറിയാതെ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നതെന്ന് ദൈവത്തോട് ചോദിക്കുമ്പോൾ, എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുമ്പോൾ, സ്വർഗത്തിലെ ദൈവം വചനത്തിലൂടെ സംസാരിച്ച ഒരു വാക്ക് കർത്താവ് എന്നോട് പറഞ്ഞു, എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന്. അതാണ് എന്നെ ദൈവസന്നിധിയിൽ നിർത്തിയതെങ്കിൽ ഒരു കാര്യം എനിക്കറിയാം, അവൻ എന്നെ പിന്തുടർന്ന് പിടിച്ചതാണ്. ഇത് ഈ സ്നേഹത്തിൻ്റെ പേരാണ് കൃപ. ആമേൻ. നിങ്ങളൊന്ന് ഓർത്തു നോക്കണം പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നിങ്ങൾ ദൈവത്തെ എത്രത്തോളം സ്നേഹിച്ചു എന്ന് ചോദിച്ചാൽ, സ്നേഹിച്ചു. എല്ലാവരും ദൈവത്തെ സ്നേഹിച്ചു. എങ്ങനെ? ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹത്തിൻ്റെ മാനദണ്ഡം എന്താണ്? എനിക്ക് കിട്ടണം,
എനിക്ക് കിട്ടണമെന്നല്ലാതെ ദൈവത്തോടുള്ള സ്നേഹത്തിന് നമുക്ക് മറ്റെന്ത് മാനദണ്ഡമാണുള്ളത്? ദൈവത്തിന് കൊടുക്കണമെന്ന വിചാരം നമ്മിലുണ്ടോ? എന്നെയാണ് കൊടുക്കേണ്ടത്, എൻ്റെ കഴിവുകളാണ് കൊടുക്കേണ്ടത്, എനിക്ക് കിട്ടിയ ദൈവം തന്ന വരങ്ങളാണ് ദൈവത്തിനു വേണ്ടി കൊടുക്കേണ്ടത്, എൻ്റെ സാധ്യതകളാണ് ദൈവത്തിനു വേണ്ടി കൊടുക്കേണ്ടത്. ഈ കൊടുക്കലിന് എനിക്ക് മനസ്സുണ്ടെങ്കിൽ എനിക്ക് ദൈവത്തോട് സ്നേഹമുണ്ട്. വാങ്ങലിൻ്റെ സ്നേഹവും കൊടുക്കലിൻ്റെ സ്നേഹവും രണ്ടാണ് പ്രിയപ്പെട്ടവരെ. അവകാശബോധത്തോടെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവത്തോട് എപ്പോഴും പരാതിയെ പറയാനുള്ളൂ. അവർ പ്രാർത്ഥിക്കുന്നത് മുഴുവൻ പരാതികളാണ്. അവർ പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുനീരൊഴുകുന്നത് ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടല്ല, കിട്ടാതെ പോയതിൻ്റെ നൊമ്പരമുള്ളിലുള്ളത് കൊണ്ടും കിട്ടാനുള്ളതിൻ്റെ ആവേശം അവരെത്തിക്കുന്നത് കൊണ്ടുമാണ് ഈ കണ്ണുനീർ പുഴകളൊക്കെ ഒഴുകുന്നത്. സ്നേഹത്തിൽ നിന്നാണ് ദൈവത്തെ ആരാധിക്കുന്നതെങ്കിൽ ദൈവമക്കളെ ദൈവസന്നിധി വരുമ്പോൾ മുഖം പ്രസന്നമായിരിക്കും. ദുഃഖത്തിലും വേദനയിലും ഭാരത്തിലും ഞെരുക്കത്തിലും കണ്ണുനീരിലും കഷ്ടതയിലും കിടക്കുമ്പോഴും ദൈവത്തോടുള്ള സ്നേഹമാണ്, അവൻ്റെ വീണ്ടെടുപ്പിനെ കുറിച്ചുള്ള വിലയറിഞ്ഞിട്ടുള്ള സ്നേഹമാണ് ആരാധനയുടെ മാനദണ്ഡമെങ്കിൽ ദൈവമക്കൾ ഈ ലോകത്തുള്ളതൊന്നും ദൈവത്തോട് ക്ലെയിം ചെയ്യില്ല. ആമേൻ. നിങ്ങൾക്കറിയോ, നമ്മൾ വിചാരിക്കുന്നു ഞാൻ ദൈവത്തോട് പലതും ചോദിച്ചു വാങ്ങിയതാണെന്ന്. അങ്ങനെ തന്നെ സാക്ഷ്യം പറയുന്ന പലരെയും അച്ഛൻ കണ്ടിട്ടുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവം അങ്ങനെ ചോദിച്ച് വാങ്ങാനിരിക്കുന്ന, അങ്ങനെ ചോദിക്കുമ്പോൾ കൊടുക്കാനിരിക്കുന്ന ഒരാൾ മാത്രമാണെന്ന ചിന്ത എത്ര വലിയ അബദ്ധമാണ്. അച്ഛൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സംഗതികളൊന്നും നിങ്ങൾ ചോദിച്ചിട്ടല്ല ദൈവം നിങ്ങൾക്ക് തന്നത്, ചോദിക്കാതെ തന്നതാണ്. എന്താണെന്നല്ലേ? കാഴ്ചയുള്ള കണ്ണുകൾ എനിക്ക് തരണം ദൈവമേ എന്ന് നിങ്ങളാരും പ്രാർത്ഥിച്ചിരുന്നില്ല. അമ്മയുടെ ഗർഭപാത്രത്തിൽ എന്നെ ഉരുവാക്കണം ദൈവമേ എന്ന് ഞാനും നിങ്ങളും പ്രാർത്ഥിച്ചിരുന്നില്ല. കാഴ്ചയുള്ള കണ്ണുകളോടെ എനിക്ക് ഈ ലോകത്തൊരു പിറവി തരണമെന്ന് ഞാനും നിങ്ങളും പ്രാർത്ഥിച്ചിരുന്നില്ല. കേൾവിയുള്ള കാതു വേണമെന്ന്, സംസാരശേഷിയുള്ള നാവ് വേണമെന്ന്, ചലിപ്പിക്കാൻ കഴിയുന്ന കൈകാലുകൾ വേണമെന്ന്, ബുദ്ധിയുള്ള തലച്ചോറ് വേണമെന്ന്, ജീവിത സൗകര്യങ്ങൾ വേണമെന്ന് ഞാനും നിങ്ങളും പ്രാർത്ഥിച്ചിരുന്നില്ല. എന്നാൽ ഇതെല്ലാം ചോദിക്കാതെ തന്നവനാണ് നമ്മുടെ ദൈവം. ആമേൻ. അത്രത്തോളം കരുതൽ നമുക്ക് തരാൻ കരുത്തുള്ളവനാണ് നമ്മുടെ കർത്താവെങ്കിൽ പിന്നെ ഞാൻ ദൈവത്തോട് ഇങ്ങനെ നിരന്തരം ക്ലെയിം ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള മനഃശാസ്ത്രം എന്താണ്? സ്നേഹമല്ല. ആരാധന ഉടലെടുക്കേണ്ടത് സ്നേഹത്തിൽ നിന്നാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ 1% പോലും അർഹതയില്ലാത്തിടത്ത് ചൊരിയപ്പെടുന്ന സ്നേഹത്തിൻ്റെ പേരാണ് കൃപയെങ്കിൽ ആ കൃപയ്ക്ക് ഒരു പേരിട്ട് വിളിച്ചാൽ ആ പേരിങ്ങനെ വിളിക്കാം. ആ കൃപയുടെ പേരാണ് യേശു ക്രിസ്തു. ഹല്ലേലൂയ. സ്നേഹിക്കപ്പെടാൻ 1% പോലും അർഹതയില്ലാത്തിടത്ത് ചൊരിയപ്പെട്ട സ്നേഹം. യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ തിരുവചനം, സത്യവേദപുസ്തകത്തിൻ്റെ താക്കോൽ വാക്യം. തൻ്റെ ഏകജാതനായ പുത്രനിൽ ആമേൻ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണമില്ല, കാലമില്ല, ദേശമില്ല, ഭാഷാപരിമിതി ഒന്നുമില്ല, കറുത്തവനെന്നില്ല, വെളുത്തവനെന്നില്ല, ഇരുനിറം ഉള്ളവനെന്നില്ല, മഞ്ഞ നിറമുള്ളവനെന്നില്ല, അഖില ലോകത്തുമുള്ള ഏത് മനുഷ്യനെക്കുറിച്ചുമാണ് ഈ വചനം എഴുതിയിട്ടുള്ളത്. തൻ്റെ ഏകജാതനായ പുത്രനിൽ ആമേൻ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ പകരം നൽകുവാൻ തക്കവണ്ണം പിതാവാം ദൈവം അത്ര കണ്ട് ലോകത്തെ സ്നേഹിച്ചു. ആ സ്നേഹത്തിൻ്റെ പേരാണ് കൃപ. ആ സ്നേഹത്തിൻ്റെ പേരാണ് യേശുക്രിസ്തു. ആമേൻ. യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 1-ാം അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ആദിയിൽ വചനമുണ്ടായിരുന്നു, ലോഗോസ്. വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. വാക്യം 14, വചനം ജഡം ധരിച്ചു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ദൈവസ്നേഹത്തിൻ്റെ പേരാണ് ക്രിസ്തുവെങ്കിൽ
ആ കലവറ കൂടാത്ത കൃപയുടെ പേരാണ് ക്രിസ്തുവെങ്കിൽ അവൻ നമ്മുടെ ഇടയിൽ പാർത്തു, അവൻ നമ്മിലേക്ക് ഇറങ്ങി വന്നു, നമ്മെ വീണ്ടെടുക്കാനായിട്ട് ആഗതനായി. ആ കൃപയുടെ പേരാണ് ക്രിസ്തു. അവനെയാണ് നാം ആരാധിക്കുന്നത്, അവനെയാണ് നാം പിൻപറ്റുന്നത്, അവനെയാണ് നാം പ്രഘോഷിക്കുന്നത്, അവനെയാണ് ലോകത്തിന് നമുക്ക് കാണിച്ചു കൊടുക്കാനുള്ളത്. മറ്റൊരുത്തനിലും രക്ഷയില്ല. സ്നേഹമാണ് അടിസ്ഥാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട തത്വം. ദൈവത്തിന് മനുഷ്യരുള്ള അനന്തമായ സ്നേഹത്തിൻ്റെ അടയാളമാണ് ക്രിസ്തു. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 4-ാമത്തെ അധ്യായത്തിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു ദൈവം സ്നേഹമാണ്. 16-ാമത്തെ വാക്യത്തിൽ വീണ്ടും പറയുന്നു ദൈവം സ്നേഹമാണ്. ആമേൻ. ദൈവം സ്നേഹമാണ്. ആമേൻ. ദൈവം സ്നേഹമാണ്. ആമേൻ. ദൈവം സ്നേഹമാണ്. നമ്മിൽ എത്ര പേർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്? ആരാണ് യേശു ക്രിസ്തു എന്ന് ചോദിച്ചാൽ ഇവിടെ ഇരിക്കുന്ന ക്രിസ്ത്യാനികളിൽ എത്ര പേർ കൃത്യമായി ഉത്തരം പറയും? അവൻ ദൈവപുത്രനാണെന്ന് ചിലർ പറയും. വേറെ ചിലർ പറയും അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനാണ്, മനുഷ്യപുത്രനാണ്, കർത്താവാണ്. ഇനി ഈ ഭാഗത്തിരിക്കുന്ന ചിലർ പറയും അവൻ വെള്ളം വീഞ്ഞാക്കിയവനാണ്, അതുകൊണ്ട് അവനോട് എനിക്കുള്ള സ്നേഹത്തെ പ്രതി ഞാൻ വീഞ്ഞു കുടിക്കുന്നു എന്ന് ഇവിടെ ഇരിക്കുന്നവരും തുടങ്ങിയിട്ടുണ്ട്. കുടുംബമായിട്ട് അതിപ്പോഴൊരു പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ ചില സമുദായങ്ങൾ പറയുന്നത് ഞങ്ങൾ അങ്ങ് കർത്താവിൻ്റെ നാട്ടിൽ നിന്ന് വന്നവരാണ്, അന്ന് ഞങ്ങൾ വന്നപ്പോൾ കൂടെ കൊണ്ടുവന്നത് വീഞ്ഞു പാത്രങ്ങളായിരുന്നു, അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ആവേശത്തോടെ അത് തുടരുകയാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പലരും പലതും കർത്താവിനെക്കുറിച്ച് പറയുന്നുണ്ട്. ശരിക്കും ഈ യേശുക്രിസ്തു ആരാണ് പ്രിയപ്പെട്ടവരെ? നിങ്ങളിൽ എത്ര പേർക്ക് അതേക്കുറിച്ച് പരിജ്ഞാനമുണ്ട്? ഇപ്പോഴച്ഛൻ പറഞ്ഞു വെച്ചിടത്ത് നമുക്കത് അടയാളപ്പെടുത്താൻ കഴിയും. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ ദൈവമായിരുന്ന വചനം ജഡം ധരിച്ചു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. എങ്കിൽ യേശുക്രിസ്തു ആരാണെന്ന്? ജഡത്തിൽ വെളിപ്പെട്ട ദൈവമാണവൻ. ഹല്ലേലൂയ! ജഡത്തിൽ വെളിപ്പെട്ട ദൈവമാണ് യേശു. യേശുവിനെ അറിയേണ്ടത് അങ്ങനെയാണ്. പ്രിയപ്പെട്ടവരെ, ഈ പരിജ്ഞാനം നമ്മിലുണ്ടാകണം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 5 മുതൽ 8 വരെ തിരുവചനങ്ങളൊന്ന് വായിക്കാം. അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അതിനൊരടിക്കുറിപ്പ് എഴുതിയിട്ടുണ്ട്. അത് ഇടയിൽ എഴുതി ചേർത്തതാണ്. ആശയം തുടരുകയാണ്. ഇങ്ങനെ വായിക്കാം. അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും ക്രിസ്തുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്തധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തുകയും ചെയ്തു. ഈ കൃപ നമ്മുടെ മേൽ എന്താണ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞത്. ദൈവകൃപ നമുക്ക് എന്ത് സാധിപ്പിച്ചു തന്നു എന്ന്. ദൈവകൃപ നമുക്ക് വീട് പണിത് തന്നു എന്നല്ല, ദൈവകൃപ നമുക്ക് മക്കളെ തന്നു എന്നല്ല, ദൈവകൃപ നമുക്ക് ഈ ഭൂമിയിൽ കുറേ എസ്റ്റേറ്റുകളും ഭൂസ്വത്തുക്കളും തന്നു എന്നല്ല, ദൈവകൃപ ഇവിടെ കൊട്ടാര സമാനമായ വീട് പണിയാൻ കൃപ തന്നു എന്നല്ല, ദൈവകൃപ ഈ ലോകത്ത് നമുക്ക് അമ്പരചുംബികളായ ദൈവാലയങ്ങൾ പണിയാൻ അവസരം തന്നു എന്നല്ല, ദൈവകൃപ ഇവിടെ നമുക്ക് വലിയ ബിസിനസ് സാമ്രാജ്യമോ ഉന്നതമായ ജോലിയോ വിദേശ ജീവിതമോ തരപ്പെടുത്തി തന്നു എന്നല്ല. വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിച്ചു. കൃപയാലല്ലോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, യോഗ്യതയാലല്ലെന്ന്. കൃപയാൽ. ആമേൻ. അവകാശത്താലല്ല, കൃപയാൽ, അർഹതയാലല്ല, കൃപയാൽ. വീണ്ടും പറയുന്നു, ക്രിസ്തുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ
വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിനാണിത് ചെയ്തത്. എന്ത് ചെയ്തു? യേശു ക്രിസ്തുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് നമ്മെ സ്വർഗത്തിലിരുത്തിയിരിക്കുന്നു എന്ന്. എഫെസോസിലെ വിശ്വാസികൾ ജഡത്തിനകത്ത് ജീവിച്ചിരിക്കുന്നവരോട് അപ്പോസ്തലൻ പറഞ്ഞു, നമ്മളെ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തിയിരിക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് വീണ്ടും പറയുന്നു, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിനോട് കൂടെ നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവം യേശുക്രിസ്തു ഇരിക്കുന്നിടത്ത് നമ്മളെയും കൊണ്ട് ചെന്നിരുത്തി എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. യേശുക്രിസ്തു ഇപ്പോഴെവിടെയാണ് ഇരിക്കുന്നത്? ഉത്തരം, പിതാവാം ദൈവത്തിൻ്റെ വലഭാഗത്ത്. ആമേൻ. പിതാവാം ദൈവത്തിൻ്റെ വലഭാഗത്ത് യേശുക്രിസ്തു ഇരിക്കുന്നിടത്ത് അവൻ നമ്മയും കൊണ്ട് ചെന്നിരുത്തി. ശരിക്കും നമ്മുടെ ആത്മീക ജീവൻ ഇപ്പോൾ ക്രിസ്തു യേശുവിനോട് ചേർന്ന് പിതാവാം ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ നമ്മുടെ യഥാർത്ഥ ചിത്രം അതാണ്. പരിശുദ്ധ കുർബാനയിൽ ഇങ്ങനെയൊരു പ്രബോധനമുണ്ടല്ലോ, ഈ നാഴികയിൽ നമ്മുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവാം ദൈവത്തിൻ്റെ വലഭാഗത്ത് നമ്മുടെ മശിഹാ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന സ്വർഗമഹോന്നതങ്ങളിലായിരിക്കണമെന്ന്. അപ്പോൾ നാം പ്രതിവാചകം ചൊല്ലും, ഞങ്ങളുടെ ബോധങ്ങളും ഞങ്ങളുടെ വിചാരങ്ങളും ഞങ്ങളുടെ ഹൃദയങ്ങളും അത്യുന്നതമായ സ്വർഗത്തിൽ പിതാവാം ദൈവത്തിൻ്റെ വലഭാഗത്ത് മശിഹാ ഉപവിഷ്ടമായിരിക്കുന്ന സ്ഥാനത്ത് ഞങ്ങൾ കേന്ദ്രീകരിക്കുന്നു. അതിൻ്റെ അർത്ഥം, ഇനിയുള്ള ആരാധന നടക്കാൻ പോകുന്നത് ഭൂമിയിലല്ല, സ്വർഗത്തിലാണ്. ഇപ്പോൾ ഞാൻ ഭൗമതലം വിട്ടുയരുകയാണ്, ഭൗമലോകവുമായിട്ടുള്ള ബന്ധം വിടുകയാണ്. എൻ്റെ പാദങ്ങൾ ഭൂമിയിൽ നിന്ന് പൊങ്ങുകയാണ്. എൻ്റെ വിചാരങ്ങൾ, എൻ്റെ മനനങ്ങൾ, എൻ്റെ ചിന്തകൾ ഭൗമലോകത്ത് നിന്ന് പറന്നു പൊങ്ങുകയാണ്. സകലവും ഞാൻ അവിടെ കേന്ദ്രീകരിക്കുകയാണ്. കാരണം എന്തെന്നാൽ എൻ്റെ ആത്മീക ജീവൻ അവിടെയാണ് ഇരിക്കുന്നത്, മശിഹായോട് ചേർന്നാണ് ഇരിക്കുന്നത്, മശിഹായിലാണിരിക്കുന്നത്. ഇനിയുള്ള ആരാധന സ്വർഗത്തിലാണ്. നമ്മിൽ എത്ര പേർക്കിത് അനുഭവിപ്പാനും ആസ്വദിപ്പാനും കഴിഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ? ആരാധനയുടെ ഈ ഘട്ടം മുതൽ ഭൗമതലം വിട്ട് ഞാൻ സ്വർഗത്തിലെത്തി ആരാധിക്കുന്നു എന്ന് ജീവിതത്തിൽ എപ്പോഴെങ്കിലും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ള, ഫീൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ചേർത്ത് വയ്ക്കട്ടെ. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങളിൽ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ മരിച്ചു. കൊലോസ്യരോട് പറയുകയാണ്, നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തു യേശുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തു യേശുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. പ്രിയപ്പെട്ടവരെ, ഇതിങ്ങനെ ചേർത്ത് വയ്ക്കുമ്പോൾ ഈ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ വായിച്ചതും കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ വായിച്ചതും ഒരേ ചിന്തകൾ അപ്പോസ്തലൻ ചേർത്ത് വയ്ക്കുകയാണ്. നമ്മുടെ ആത്മീക ജീവൻ ക്രിസ്തു യേശുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ പിതാവാം ദൈവത്തിൽ മറഞ്ഞിരിക്കുകയാണ്. സത്യത്തിൽ നമ്മൾ ഭൂമിയിൽ ജഡപ്രകാരം ഇരിക്കുന്നുവെങ്കിലും എൻ്റെയും നിങ്ങളുടെയും ആത്മീക ജീവൻ നമ്മൾ മാമോദീസയേറ്റ നാൾ മുതൽ, വിശുദ്ധ സ്നാനത്താൽ കഴുകപ്പെട്ട നാൾ മുതൽ ക്രിസ്തു യേശുവിനോടുകൂടെ ഉദ്ധിതമായി പിതാവാം ദൈവത്തിൽ മറഞ്ഞിരിക്കുകയാണ്. ഇവിടെ വിവരിക്കപ്പെടുന്ന കൃപ ദൈവത്തിന് പാപിയോടുള്ള സ്നേഹമാണ്. ആ സ്നേഹത്തിൻ്റെ പേരാണ് യേശുക്രിസ്തു. അങ്ങനെ വരുമ്പോൾ കൃപ സമം ക്രിസ്തു, ക്രിസ്തു സമം കൃപ, കൃപ സമം ക്രിസ്തു, ക്രിസ്തു സമം കൃപ എന്ന് വായിച്ചെടുക്കാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. ഞാനിവിടെ നിന്ന ശേഷം പലവട്ടം ഹല്ലേലൂയ എന്ന് പാടി. നിങ്ങളാരും ഒന്നും മിണ്ടിക്കേട്ടില്ല. നിങ്ങൾ ആ വാചകത്തിൽ എന്തോ അപകടമുണ്ടെന്ന് പഠിച്ചു വച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഹല്ലേലൂയ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിന് സ്തുതി എന്നുള്ളതാണ്. അത് പറയണമെങ്കിൽ അതിന് പറയാനൊരു യോഗ്യത വേണം. വായിച്ചിട്ടുണ്ടോ?
33-ാമത്തെ സങ്കീർത്തനം. ആ സങ്കീർത്തനം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: നീതിമാന്മാരെ, കർത്താവിൽ ഘോഷിച്ചുല്ലസിപ്പീൻ, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. ആ സങ്കീർത്തന വാക്യത്തെ തെറ്റുകൂടാതെ വേറൊരു വിധത്തിലും കൂടെ വായിക്കാം: നീതി കെട്ടവരെ, നിശബ്ദരായിരിക്കുവിൻ, സ്തുതിക്കുന്നത് നേരില്ലാത്തവർക്ക് ഉചിതമല്ലല്ലോ. ഒടുവിൽ വായിച്ചതാണ് ഇവിടെ ഇരിക്കുന്നവർക്ക് പാകമാകുന്നതെങ്കിൽ ക്ഷമിക്കണം, സുല്ലിട്ടിരിക്കുന്നു അച്ഛൻ. നീതി കെട്ടവർക്ക് പറയാൻ കഴിയാത്തൊരു വാക്കാണ് ഹല്ലേലൂയ. നീതിയുള്ളവർ ദൈവത്തെ സ്തുതിക്കും. നീതിയുള്ളവർ വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എത്ര പെട്ടെന്നാണ് ആളുകൾ നീതിമാന്മാരായത്. മർമ്മത്തടി കിട്ടിയാൽ മലയാളി ക്ഷണത്തിൽ ഗുണം പിടിക്കുമെന്നതിൻ്റെ ഒരു തെളിവാണ് ഇപ്പോൾ കണ്ടത്. പ്രിയപ്പെട്ടവരെ, നാളെയും കൂടെ പ്രസംഗിക്കാനാണ് എന്നെ വിളിച്ചിട്ടുള്ളത്. ഇനി അച്ഛൻ ഹല്ലേലൂയ പറയുമ്പോൾ നിങ്ങളും ചേർന്ന് പറയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ നീതിയുള്ളവരാണെന്ന്. ഇനി അത് കാത്തിരിക്കാം. ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഇനി ഹല്ലേലൂയയുടെ ശബ്ദം കുറയുമോ എന്നുള്ളതാണ് അടുത്ത വിഷയം. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം അച്ഛൻ പരാമർശിച്ചല്ലോ. ആ 4-ാം അധ്യായത്തിലെ 9-10 വാക്യങ്ങൾ ഇവിടെ ചേർത്ത് വയ്ക്കട്ടെ. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിനു വേണ്ടി ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹം പ്രത്യക്ഷമായത് എങ്ങനെ? തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിനായി ലോകത്തിലേക്ക് അയച്ചപ്പോഴാണ്. അത് മുഖാന്തിരമാണ്, അത് അടയാളപ്പെടുത്തിക്കൊണ്ടാണ് ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹം പ്രത്യക്ഷമായത്. തൻ്റെ സ്വരൂപത്തിലും തൻ്റെ സാദൃശ്യത്തിലും തൻ്റെ കരവിരുതുകൊണ്ട് തമ്പുരാൻ സൃഷ്ടിച്ച മനുഷ്യനെ ദൈവം എത്രത്തോളം സ്നേഹിച്ചു എന്നറിയാമോ? തൻ്റെ ഏകജാതനായ പുത്രനേക്കാളധികം. ഹല്ലേലൂയ. അതാണ് ഇവിടെ വെളിപ്പെട്ട് വന്നത്. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, പിന്നെയോ അവൻ നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. അപ്പോൾ ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹം അഥവാ കൃപ വായിച്ചെടുക്കേണ്ടത് വീട് തന്നതിൻ്റെ പേരിലല്ല, ജോലി തന്നതിൻ്റെ പേരിലല്ല, ബുദ്ധി തന്നതിൻ്റെ പേരിലല്ല, പരീക്ഷ ജയിച്ചതിൻ്റെ പേരിലല്ല, വിദേശയാത്ര തരപ്പെട്ടതിൻ്റെ പേരിലല്ല, മക്കൾ ഉണ്ടായതിൻ്റെ പേരിലല്ല, ഇഷ്ടപ്പെട്ട വിവാഹം നടന്നതിൻ്റെ പേരിലല്ല, ലോകത്ത് വസ്തുവകൾ സമ്പാദിക്കാൻ കഴിഞ്ഞതിൻ്റെ പേരിലല്ല, രോഗം മാറിക്കിട്ടിയതിൻ്റെ പേരിലല്ല, ഈ ലോകത്തെ എന്തൊക്കെ നേടി എന്നുള്ളതിൻ്റെ പേരിലല്ല, പിന്നെയോ തൻ്റെ ഏകജാതനായ പുത്രനെ അവൻ മുഖാന്തിരം നാം രക്ഷിക്കപ്പെടേണ്ടതിന് നമുക്ക് വേണ്ടി പാപയാഗമാകാൻ, പ്രായശ്ചിത്തയാഗമാകാൻ ഭൂമിയിലേക്ക് അയച്ച ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്തിട്ട് അവിടെയാണ് ദൈവസ്നേഹം വായിച്ചെടുക്കേണ്ടത്. അവിടെയാണ് ദൈവകൃപ വായിച്ചെടുക്കേണ്ടത്. ക്രിസ്ത്യാനി സൗകര്യപൂർവം മറന്നുപോയ ചിന്തകളിലൊന്നാണത്. ഈ കാലഘട്ടത്തിൽ എൻ്റെ കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ചങ്കുപൊട്ടി പറയാൻ വിശ്വാസികളില്ല. എൻ്റെ കർത്താവേ എനിക്ക് അത് വേണം, ഇത് വേണം, ആ സൗകര്യം വേണം, ഈ സൗകര്യം വേണം, അങ്ങനെ എന്നെ മനോഹരമായി നടത്തണമെന്ന്, നടത്തിയതിന് സ്തോത്രമെന്ന് ദൈവത്തോട് പറയാനല്ലാതെ ക്രൂശിലെ പുത്രൻ്റെ യാഗത്താൽ എന്നെ വീണ്ടെടുത്ത് സ്വന്തമാക്കി സ്വർഗത്തിന് അവകാശിയാക്കിയ ദൈവമേ നിനക്ക് ആരാധനയെന്ന് ദൈവത്തോട് സ്നേഹത്തോടെ പറയാൻ എന്തേ അധരങ്ങൾ തുറക്കുന്നില്ല? എന്തേ ഹൃദയങ്ങൾ കവിയുന്നില്ല? നമ്മുടെ ആരാധനയുടെ മാനം എന്താണ് പ്രിയപ്പെട്ടവരെ? എഫെസ്യലേഖനം 1-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യവും കൂടെ, നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തിരിക്കുന്നുവല്ലോ. നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ തനിക്ക് പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ കൃപാമഹത്വം, ക്രിസ്തുവിൽ സാധിപ്പിച്ചു തന്ന രക്ഷ. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. ക്രിസ്തുവിൽ സത്യമായും വിശ്വസിക്കുന്നവർ
പാപം സംബന്ധിച്ച് മരിച്ചവരാകുന്നു. ആകണം. ക്രിസ്തുവിൽ വാസ്തവമായും വിശ്വസിക്കുന്നവർ പാപം സംബന്ധിച്ച് മരിച്ചവരാകുന്നു. അങ്ങനെയാകണം. അങ്ങനെ ആകാത്തവർ ക്രിസ്തുവിൽ വാസ്തവമായും വിശ്വസിക്കുന്നില്ല. ഇല്ല, ഇല്ല. ക്ഷമിക്കണം. ദൈവവചനത്തിൽ കോംപ്രമൈസുകളില്ല. ഞാനും ഒരു വിശ്വാസിയാണ് എന്ന് ഉറക്കെ പറയാൻ ആർജവം കാണിക്കുമ്പോൾ ക്രിസ്തുവിൽ സത്യമായും വിശ്വസിക്കുന്നവർ പാപം സംബന്ധിച്ച് മരിച്ചവരാകണം. പാപത്തിൽ മരിച്ചവരല്ല, പാപം സംബന്ധിച്ച് മരിച്ചവർ, പാപവുമായി ബന്ധം പിരിഞ്ഞവർ. ഹല്ലേലൂയ. കണ്ടോ, ഇപ്പൊ പറഞ്ഞത് അല്ലേലും വയ്യാന്ന നേരുപോയി. ക്ഷമിക്കണം. ക്രിസ്തു മരണത്തെ ജയിച്ച് ഉയിർത്തെഴുന്നേറ്റിരിക്കുന്നു. ഹല്ലേലൂയ. ക്രിസ്തുവിൽ സത്യമായും വിശ്വസിക്കുന്നവർ പഴയ പാപമുള്ള മനുഷ്യനെ ഉരിഞ്ഞുകളഞ്ഞ് ദൈവത്തിൽ നിന്ന് ജനിച്ച പാപമില്ലാത്ത മനുഷ്യനായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അഥവാ വീണ്ടും ജനിച്ചിരിക്കുന്നു. സ്തോത്രം. അതാണ് ഒരു വിശ്വാസിക്ക് ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ അടയാളം, തെളിവ്. പാപം സംബന്ധിച്ച് മരിക്കുക, പഴയ പാപമുള്ള മനുഷ്യനെ ഉരിഞ്ഞുകളഞ്ഞ് ദൈവത്തിൽ നിന്ന് ജനിച്ച പാപമില്ലാത്ത പുതിയ മനുഷ്യനായി, ദൈവപുത്രനായി, ദൈവപുത്രിയായി പൂർത്തീകരിക്കപ്പെടുക. പരിശുദ്ധ മാമോദീസ സമയത്ത് ഒരു കുഞ്ഞിൻ്റെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: ഈ സമയത്ത് ഈ കുഞ്ഞ് പാപത്തിൽ നിന്ന് ഉരിയപ്പെട്ട് പുതു മനുഷ്യനെ ധരിച്ചിരിക്കുന്നു. ക്രിസ്തുവേശുവിന് സഹോദരനായി, സഹോദരിയായി, പിതാവാൻ ദൈവത്തിന് മകനായി, മകളായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? നാം സത്യമായിട്ടും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പാപവുമായി നമുക്കൊരു ബന്ധവുമുണ്ടാകില്ല. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ സ്വന്തം മനസാക്ഷിയെ നന്നായി പരിശോധിക്കണം. രഹസ്യമായി കൊണ്ടു നടക്കുന്ന പാപങ്ങൾ ലോകരറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ഇവിടെ ഇരിക്കുന്ന അനേകരും നീതിമാന്മാരാണ്, വിശുദ്ധന്മാരാണ്. എന്നാൽ ഉള്ളം വായിച്ചെടുക്കുന്ന ദൈവത്തിൻ്റെ കണ്ണിൽ നീ ആരാണ്, ഞാൻ ആരാണ്? അതാണ് വിഷയം. ക്രിസ്തു സ്വർഗത്തിൽ കയറി പിതാവാൻ ദൈവത്തിൻ്റെ വലഭാഗത്ത് തൻ്റെ മഹത്വത്തിൽ ഇരിക്കുന്നു. അവിടെയാണ് എൻ്റെയും ഇരിപ്പ്, അവിടെ എന്നെ കൂടെ ഇരുത്തി എന്നാണ് മുൻപ് കേട്ടത്. അങ്ങനെയാണ് വചനം പഠിപ്പിച്ചത്. അതാണ് പൗലോസ്ലീഹ പഠിപ്പിച്ചത്. കൊലോസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങൾ. മാമോദീസായാൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിൻ്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനോടുകൂടെ ഉയർപ്പിച്ചു. ആ ക്രിസ്തു ഇപ്പോഴെവിടെയാണോ ഇരിക്കുന്നത് അവിടെയാണ് നിന്റെയും ഇരിപ്പ്. ജഡശരീരത്തിൽ വസിച്ച് ഭൗമലോകത്തിരിക്കുമ്പോഴും എൻ്റെയും നിങ്ങളുടെയും ആത്മീക ജീവൻ, മാമോദീസയറ്റ വിശ്വാസിയുടെ ആത്മീക ജീവൻ, പാപത്തെ പിരിഞ്ഞ ദൈവമക്കളുടെ ആത്മീക ജീവൻ, ദൈവത്വം പ്രാപിച്ച ദൈവമക്കളുടെ ആത്മീക ജീവൻ, ദൈവപുത്രത്വത്തിൻ്റെ അവകാശം പ്രാപിച്ച ദൈവമക്കളുടെ ആത്മീക ജീവൻ ക്രിസ്തുവിനോടുകൂടെ പിതാവാൻ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. കൃപ. ഇതുവരെ നാം ഈ കൃപയുടെ ആഴവും അർത്ഥവും ഒന്നും അറിഞ്ഞിട്ടില്ല പ്രിയപ്പെട്ടവരെ. ആകയാൽ ഈ വർണ്ണിക്കാനാകാത്ത സ്നേഹത്തിന് അർഹരായവരെയെല്ലാം കർത്താവിൻ്റെ കൃപ, അർഹരായവരെല്ലാം കർത്താവിൻ്റെ കൃപ ആവോളം നേടിക്കഴിഞ്ഞവരാണ്. ഹല്ലേലൂയാ. എത്ര പേര് ഈ കൃപ പ്രാപിച്ചു? ഈ രാത്രി ഇവിടെ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം എത്ര പേരനുഭവിച്ചു? ഇല്ലായ്മയുടെയും വല്ലായ്മയുടെയും കണക്ക് പറഞ്ഞ് എത്ര കിട്ടിയിട്ടും തൃപ്തി വരാതെ ദൈവം മുമ്പിൽ പരാതിയുടെ ബാണ്ഡക്കെട്ടഴിച്ചു വെച്ച് ചങ്കത്തലച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ അറിഞ്ഞിട്ടുണ്ടോ അവൻ തന്ന കൃപ എത്ര വലുതാണെന്ന്?
ദൈവത്തോട് സ്നേഹമുണ്ടാകണം. ഈ കൃപയിൽ വളരുവാനാണ് അപ്പോസ്തലനായ പത്രോസ് ഇന്ന് നമ്മളെ പ്രബോധിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ ക്രിസ്തുവിലുള്ള കൂട്ടായ്മയിൽ നിന്ന് അകന്നു പോകാതെ, ലഭിച്ച രക്ഷ അലക്ഷ്യമാക്കാതെ, ദൈവസ്നേഹത്തെ വെല്ലുവിളിക്കാതെ നിരന്തരമായി കർത്താവിൻ്റെ കൃപയിൽ വളരുവാനാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. കൺക്ലൂഡ് ചെയ്യട്ടെ. ചുരുക്കി പറഞ്ഞാൽ, യാതൊരു പാപത്തിലും ജീവിതം പെട്ടുപോകാതെ, ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ഒന്നിലും മനസ്സുറപ്പിക്കാതെ, ദൈവത്തോടുള്ള സ്നേഹം ജീവിതത്തിൽ നിറഞ്ഞ് കവിഞ്ഞ്, ദൈവത്തിന് മുറിവേൽക്കുന്നത് ഒന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ലെന്ന് ഉറപ്പ് വരുത്തി ദൈവം നൽകിയ കൃപയിൽ നിലനിൽക്കുക. അതിനായിട്ടല്ലോ കർത്താവ് നമ്മെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. നമ്മുടെ ചിന്താവിഷയം നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ കൃപയിലും പരിജ്ഞാനത്തിലും വളരുവീനെന്നാണ്. ഒന്നാമത്തെ ചിന്ത പങ്കിട്ട് കഴിഞ്ഞു, കൃപയിൽ വളരുക. രണ്ടാമത്തെ ചിന്ത പരിജ്ഞാനത്തിൽ വളരുക എന്നുള്ളതാണ്. നാളെ വൈകിട്ട് 7:30 തുടരും. സീരിയലാണ്, മനസ്സിലായില്ല? നാളെ വൈകിട്ട് 7:30 തുടരും. എങ്ങനെയാണ് പരിജ്ഞാനത്തിൽ വളരുക എന്ന്. വിരോധമുള്ളവർക്ക് നാളെ വരാതിരിക്കാം, വിരോധമില്ലാത്തവർ നാളെ വരണം. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ, അവിടുന്ന് വീണ്ടും വരുന്ന ദിവസം ശക്തമായി മഴയായിരിക്കണമേ, രാത്രിയും പകലും നിർത്താതെ മഴ പെയ്യണമേ എന്ന്. മഴയെ പേടിച്ചിട്ട് പന്തലിലേക്ക് വരാത്തവർ അന്ന് മഴയെ പേടിച്ചിട്ട് കർത്താവിൻ്റെ കൂടെ പോകാതിരിക്കുമല്ലോ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇങ്ങനെ പറഞ്ഞത് നിങ്ങൾക്ക് പരിഭവമായോ എന്നെനിക്കറിയില്ല. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ രാത്രി നമ്മെ സന്ദർശിച്ച ദൈവം നമ്മെ കേൾപ്പിച്ച വചനം കൃപയുടെ വചനമാണ്, സ്നേഹത്തിൻ്റെ വചനമാണ്. ഈ ദിവസം മുഴുവൻ സംസാരിക്കപ്പെട്ടത് സ്നേഹത്തെക്കുറിച്ചാണ്. ഞാൻ ഒരുപാട് ബഹുമാനിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന എൻ്റെ തിരുമേനി ആത്മാവിൽ അറിഞ്ഞിട്ടല്ലേ ഇങ്ങനെ പ്രസംഗിച്ചു തുടങ്ങിയത്. ഞാൻ ആനന്ദം കൊള്ളുകയാണ്. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, സ്നേഹം, കൃപ അതാവോളം അനുഭവിക്കുക. ദൈവത്തെ എല്ലാം മറന്ന് സ്നേഹിക്കുക. ആ സ്നേഹം നമ്മിലുണ്ടെന്ന് സഹോദര സ്നേഹത്തിലൂടെ അടയാളപ്പെടുത്തുക. ദൈവം അനുഗ്രഹിക്കട്ടെ.